കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ M. അബ്ദുൽ സലാം ഇന്ന് പടിയിറങ്ങുന്നു. പടിയിറങ്ങുമ്പോൾ 157 കേസുകളാണ് ചാൻസലർക്ക് മുമ്പിലുള്ളതെന്ന് VC റിപ്പോർട്ടർ TVയോട് തുറന്നു പറഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വലിയ സ്വപ്നങ്ങളുമായി ഇത്രയും വലിയ നിലയിലെത്തിയതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും എന്നാൽ തന്റെ കനവുകൾ നനവാക്കാൻ സർവകലാശാല യൂണിയൻ അനുവദിച്ചില്ലെന്നും വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഇന്ന് പടിയിറങ്ങുന്ന ഡോക്ടർ M. അബ്ദുൽ സലാം റിപ്പോർട്ടർ TVയോട് പറഞ്ഞു. അവസാനം അവർക്ക് ഒറ്റ ടാർഗറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം. അതിനവർ എല്ലാ ശ്രമവും നടത്തിയില്ലേ, ശാരീരികമായും മാനസികമായും ഒക്കെ എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു ആൾക്കാരാണ്. അവർ വിചാരിച്ച് ഞാൻ ഓടിപ്പോകുന്നു. പടച്ചോൻ പറഞ്ഞ് പോരുത്, ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത മൊത്തം ചെയ്തു എന്ന് മാത്രമല്ല, പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, സ്വയം പറയാറുണ്ട് വീട്ടിൽ, ഇനി ഒരു നരകം ഉണ്ടാവുമോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. താൻ VCയെ ചുമതലയേറ്റ ഉടനെ നടപ്പിലാക്കിയ പഞ്ചിങ് സംവിധാനമാണ് യൂണിയനെ പ്രകോപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തെ 719 സർവകലാശാലകളിൽ 7ാമത്തെ സർവകലാശാലയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സ് നേഷൻസ് അംഗീകരിച്ചത് നേട്ടമായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ സർവകലാശാലയിലെ ഓരോ തരി മണ്ണും തനിക്ക് പിരിയാനാവാത്തതാണെങ്കിലും തന്നെ താഴെയിട്ട് മതിച്ച ഇവിടെ നിന്നും യാത്രയപ്പ് പോലുമില്ലാതെ പടിയിറങ്ങുകയാണെന്നും വിതുമ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. പടിയിറങ്ങുമ്പോൾ അങ്ങനെ ഒരു യാത്രയപ്പിന് തയ്യാറല്ല? അബ്സല്യൂട്ട്ലി നോ, ഐ ഡോണ്ട് വാണ്ട് എനി സെൻഡ് ഓഫ്. ഞാൻ പോകുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തനിക്ക് ശേഷം വരുന്ന VCക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഉപദേശം ഇത് നല്ല മനുഷ്യർക്ക് പറ്റിയ ഇടമല്ലെന്നാണ് പറയുകയെന്നും താൻ 2 പേജുള്ള ഒരു നോട്ട് അതിനായി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ M. അബ്ദുൽ സലാം പറഞ്ഞു. തനിക്ക് മുമ്പുണ്ടായിരുന്ന VC തനിക്ക് ചില മുന്നറിയിപ്പ് തന്നിരുന്നു, എന്നാൽ അത് ഇത്രയ്ക്കുണ്ടാവുമെന്ന് കരുതിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. AM യാസർ, റിപ്പോർട്ടർ, മലപ്പുറം.